വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അർഹമർ റഹീമീനായ അല്ലാഹ് നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് ഞങ്ങളെ ഈ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. സാധുക്കളാണ് അല്ലാഹ്, അറിവില്ലായ്മ കൊണ്ടും മറ്റും ഞങ്ങളുടെ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട് റഹ്മാനെ. നീ ഞങ്ങൾക്ക് മാഫു നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോൾ ഞങ്ങളുടെ മാതാവിൻ്റെ പള്ളയിൽ നിന്ന് ഏത് രൂപത്തിലാണോ വന്നിട്ടുള്ളത് ആ രൂപത്തിൽ മുത്തുനബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്ത് ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധീകരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. ആരോടും വിദ്വേഷമില്ലാത്ത, ഹസദില്ലാത്ത, ബിദ്അത്തില്ലാത്ത, കുഫറില്ലാത്ത, നിഫാഖില്ലാത്ത, ശഹവത്തില്ലാത്ത നല്ല ഖൽബാക്കി, സലീമായ ഖൽബാക്കി മാറ്റണം റഹ്മാനെ. നിന്റെ നൂറാനിയത്താകുന്ന ഇൽമു കൊണ്ടും വറഅ് കൊണ്ടും തവാളു കൊണ്ടും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ പെരുമാറ്റം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഞങ്ങളെ കൊണ്ടോ ഞങ്ങളെ മക്കളെ കൊണ്ടോ ഞങ്ങളെ കൂട്ടുകുടുംബത്തിനെ കൊണ്ടോ ഒരാൾക്കും വേദന നീ നൽകല്ല അല്ലാഹ്. പ്രയാസങ്ങൾ നൽകല്ല അല്ലാഹ്. നല്ല നിലക്ക് ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഓലമുണ്ട് ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഉസ്താദിൻ്റെ ടെസ്റ്റും റിപ്പോർട്ടും ഒക്കെ നല്ല റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. ബാംഗ്ലൂർ വരെ നല്ല റാഹത്തിലായി പോയി സന്തോഷത്തോടുകൂടി മടങ്ങി വരാൻ തൗഫീക്ക് ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ ഒരുപാട് ആളുകൾ പടച്ചവനെ പരിശുദ്ധമായ മദീനയിലേക്കും മക്കയിലേക്കും ഉംറക്ക് വേണ്ടിയിട്ടൊക്കെ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം ഒരുങ്ങിയവരുണ്ട് അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച രാവിലെ ഞാനും ആ കൂട്ടത്തിലുണ്ട് റബ്ബേ. നീ യാത്ര ഖബൂലാക്കണേ അല്ലാഹ്. സിയാറത്ത് മർദിയാക്കണേ അല്ലാഹ്. മഖ്ബൂലായ നിലക്ക് ഉംറ ചെയ്യാൻ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം നല്ലത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ഒക്കെ കഴിഞ്ഞ് വന്നവരുണ്ട് റബ്ബേ. സിയാറത്ത് കഴിഞ്ഞ് വന്നവരുണ്ട്. നീ എല്ലാം സ്വീകരിക്കു റഹ്മാനെ. അടുത്ത സമയങ്ങളിൽ തന്നെ പരിശുദ്ധമായ കഅബ കാണാൻ, പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ, പരിശുദ്ധമായ ഉംറ ചെയ്യാൻ, മദീന സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നവർ ഞങ്ങളെ ഈ സദസ്സിൽ പറഞ്ഞവരുണ്ട് അല്ലാഹ്. പലരും ഉണ്ട് അല്ലാഹ്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. ഒരു സ്ഥലത്തും ഞങ്ങളെ നീ കൊടുക്കല്ല അല്ലാഹ്, ക്ഷണിക്കല്ല അല്ലാഹ്. ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കുക അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് വീട്ടി കൊടുക്കണേ അല്ലാഹ്. കടം പലതും കൊടുത്ത് കിട്ടാത്തവരുണ്ട് റബ്ബേ. നീ അതൊക്കെ നല്ല നിലക്ക് അവരുടെ കയ്യിലെത്തിച്ചു കൊടുക്കുക അല്ലാഹ്. വീടില്ലാത്ത വിഷമിക്കുന്നവർക്ക് ഹൈറായ വീട് നൽകണേ അല്ലാഹ്. പകുതിയിലുള്ള വീടിന്റെ പണികളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന ആണും പെണ്ണും ഞങ്ങളിലുണ്ട് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. നിശ്ചയിച്ച വിവാഹങ്ങൾ നല്ല റാഹത്തിലായി പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായവർ 10, 15, 18, 20 അതിനേക്കാളും കൂടുതൽ ഇതുവരെ മക്കളില്ലാത്തവർ നീ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നൽകിയ മക്കള് വലിയ ഇസ്സത്തിന്റെ, വലിയ റാഹത്തിന്റെ, വലിയ സന്തോഷത്തിന്റെ കൺകുളിർമയാകുന്ന മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളെ ബാപ്പുമ്മമാർക്ക് ഞങ്ങളെ കൊണ്ട് ആ രൂപത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ സദസ്സിലേക്ക് വന്ന ഒരാളെയും നീ ഹൈബാക്കല്ല അല്ലാഹ്. എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങൾ, എന്തെല്ലാം വിഷമങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തെല്ലാം ബേജാറുകൾ, അതെല്ലാം മാറുമെന്ന നിയത്തോടുകൂടി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരറ്റ് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലുന്നവരൊക്കെ ഈ സദസ്സിലുണ്ട് റഹ്മാനെ. അവരുടെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ സ്വലാത്തും ദിക്റുകളും ഖുർആനുകളും ധാരാളം ഓതാനും ചൊല്ലാനും നീ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. 5 നേരം ഖളാ ആകാതെ നിസ്കരിക്കുന്നവരാക്കണേ അല്ലാഹ്. ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ഇവിടെയുള്ള ഒരുപാട് ഉസ്താദന്മാരും മറ്റുമൊക്കെ ഡിസ്കിന്റെ പ്രയാസം, മുട്ടിന്റെ പ്രയാസങ്ങൾ, മറ്റു മാറാത്ത പല ചെന്നുകുത്തും വയറുവേദനയും അടക്കം ചൊറിച്ചിലുകൾ അടക്കം ഉള്ളവരുണ്ട് റബ്ബെല്ലവും ബുറുദയുടെ ബർക്കത്ത് കൊണ്ട് നീ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ 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 ധാരാളം സ്വലാത്ത് ചൊല്ലി തങ്ങളെ സ്നേഹിച്ച് ഒരിക്കലെങ്കിലും തങ്ങളെ മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്താണോ ജീവിതത്തിൽ മാറ്റേണ്ടതുള്ളത്
അതൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്. എന്തെല്ലാം നന്മ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യിപ്പിക്കണേ അല്ലാഹ്. നല്ലത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ദിവസേന യാത്ര ചെയ്യുന്നവർ പടച്ചവനെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. സാഹിര്യങ്ങളെ, മാക്കിര്യങ്ങളെ, ഐനിങ്ങളെ, ഹസദീങ്ങളെ, മുഫ്സിദീങ്ങളെ ഷറുകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കൾ, സാദാത്യങ്ങൾ, പ്രവർത്തകർ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ ആഫിയത്തും ഇസ്സത്തും റഹ്മത്തും നീ നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കൾ അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, ഹബീബായ തങ്ങളെ പൂമുഖം കാണാൻ, സ്വർഗം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഇതുപോലെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദന്മാരും അതുപോലെ അവരെ കൂടെ ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിൽക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.